ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് റെയിൽവേയിൽ റെയിൽ റബ്ബർ പാഡുകൾ നിർമ്മിച്ച് നൽകാം, വൻപിച്ച അവസരം, 204 ലൈവ് ടെൻഡേഴ്സ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. റെയിൽവേ വിവിധ ഇനം റെയിൽ റബ്ബർ പാഡുകൾ നിർമ്മിച്ച് നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ടെൻഡർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ടെൻഡറിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ചിത്രത്തിൽ കാണുന്നത് 2 തരം റെയിൽ പാഡുകളാണ്. ഒന്ന് ബ്യൂട്ടൈൽ റബ്ബർ കൊണ്ടും മറ്റേത് നാച്ചുറൽ റബ്ബർ കൊണ്ടും നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും വൻതോതിൽ ഇത്തരം റബ്ബർ കമ്പോണന്റുകൾ ആവശ്യമുണ്ട്. ടെൻഡറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ റെയിൽ പാഡ് ടെൻഡർ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്നവരുടെ അറിവിലേക്ക് വേണ്ടി തമിഴ്നാട്, ആസാം, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ടെൻഡർ ബ്രീഫിംഗ് ഇവിടെ കാണിച്ചിരിക്കുന്നു. വ്യൂവേഴ്സ്, ഒരു കാര്യം മനസ്സിലാക്കുക. റെയിൽ റബ്ബർ പാഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു റബ്ബർ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഭാരം 300 മുതൽ 350 ഗ്രാം വരെ മാത്രമാണ്. യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാതെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കമ്പോണന്റ്. എന്നാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഒഴിച്ചുകൂടാനാകാത്തതും കോടിക്കണക്കിന് രൂപ ടെൻഡർ വാല്യൂ ലഭിക്കുന്നതുമായ ഈ റബ്ബർ കമ്പോണന്റിന്റെ ടെൻഡർ ലഭിക്കണമെങ്കിൽ മാനുഫാക്ചറർ റെയിൽവേയുടെ സാമ്പിൾ ടെൻഡറിൽ പങ്കെടുത്ത് വിജയിക്കേണ്ടതുണ്ട്. ഈ സാമ്പിൾ ടെൻഡറിന് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP എന്ന് പറയുന്നു. ഇത് പ്രകാരം റെയിൽ ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷന്റെ RDSO ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഈ ഉൽപ്പന്നത്തിൽ പാലിക്കേണ്ടതുണ്ട്. അനക്സർ C ശ്രദ്ധിക്കുക. ഇവിടെ റെയിൽ റബ്ബർ പാഡിന് വേണ്ട ഹാർഡ്നെസ്, ടെൻസൈൽ സ്ട്രെങ്ത്, ഇലോങ്കേഷൻ അറ്റ് ബ്രേക്ക്, മോഡുലസ്, കംപ്രഷൻ സെറ്റ് തുടങ്ങിയ പ്രോപ്പർട്ടികളും വേണ്ട ഡിസൈനുകളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. കൃത്യമായ ഫോർമുലകൾ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ഉൽപ്പന്നം നിർമ്മിച്ച് എടുത്താൽ ഈ പ്രോപ്പർട്ടികളെല്ലാം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതായി കാണാം. മാത്രമല്ല, ആദ്യത്തെ ഒരു പ്രാവശ്യം ഫോർമുലകളും ടെസ്റ്റിങ്ങുകളും കൃത്യമായാൽ തുടർന്നുള്ള ഉൽപാദനം വെറും യാന്ത്രികമായി മാറും. ഈ ഡ്രോയിങ് ശ്രദ്ധിക്കുക. 2 വ്യത്യസ്ത ഡയമെൻഷനിലുള്ള റെയിൽ പാഡുകളുടെ ഡ്രോയിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെയിൽ പാഡിന്റെ ഉൽപാദനം കൃത്യമായും ഈ ഡ്രോയിങ് അനുസരിച്ചുള്ള മോൾഡുകളിൽ തന്നെ ആയിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേ 2023 റെയിൽ പാഡുകൾക്ക് വേണ്ട പുതിയ സ്പെസിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പാഡ് നിർമ്മിക്കുന്നതിന് വെർജിൻ റബ്ബറുകൾ തന്നെ ഉപയോഗിക്കണമെന്നും നാച്ചുറൽ റബ്ബർ RSS ഗ്രേഡ് 1 മുതൽ 4 വരെ ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ റബ്ബറിനോടൊപ്പം സിന്തറ്റിക് റബ്ബറുകളായ സ്റ്റൈറിൻ ബ്യൂട്ടഡൈൻ റബ്ബർ, പോളി ബ്യൂട്ടഡൈൻ റബ്ബർ എന്നിവയും ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും റബ്ബർ പാഡിൽ റിക്ലൈംഡ് റബ്ബറോ മറ്റു തരത്തിലുള്ള റീസൈക്കിൾഡ് റബ്ബറോ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറർക്ക് റബ്ബർ ബോർഡ് ലൈസൻസ് വേണമെന്നും റെയിൽ പാഡിന്റെ ഇൻസ്പെക്ഷൻ സമയത്ത് മാനുഫാക്ചറർ റബ്ബർ ബോർഡ് ലൈസൻസ് ഉള്ള സോഴ്സിൽ നിന്നാണ് റബ്ബർ വാങ്ങിയത് എന്ന് തെളിയിക്കുന്ന ഇൻവോയ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ പുതിയ നിയമം അനുസരിച്ച് കാർബൺ ബ്ലാക്ക് ASTM D1765 അനുസരിച്ചുള്ളതാണെന്ന് തെളിയിക്കുവാനുള്ള ഇൻവോയ്സും RDSO ഇൻസ്പെക്ഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട്. ഇതെല്ലാം വെറും നടപടിക്രമങ്ങൾ മാത്രമാണ്. വ്യവസായം നിർമ്മിച്ചു നൽകുന്ന റബ്ബർ പാഡ് ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാനാണ് നിബന്ധനകൾ എല്ലാം. ഇനി നാച്ചുറൽ റബ്ബറിന്റെ ഉൽപാദനത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ലാറ്റക്സായും ഡ്രൈ റബ്ബറായും നാച്ചുറൽ റബ്ബർ ലഭിക്കുന്നു. അതിൽ റിബ്ഡ് സ്മോക്ഡ് ഷീറ്റ് RSS ഗ്രേഡ് 1 മുതൽ 4 വരെയുള്ള റബ്ബറുകൾ റെയിൽ പാഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് സിന്തറ്റിക് റബ്ബറുകൾ ആയ ബ്യൂട്ടൈൽ റബ്ബർ, EPDM റബ്ബർ, പോളി ബ്യൂട്ടഡൈൻ റബ്ബർ എന്നിവയാണ്. ഈ റബ്ബറുകളും റെയിൽ റബ്ബർ പാഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. റെയിൽ പാഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്
ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. റബ്ബറിനെ കൂടാതെ സെമി റീഇൻഫോഴ്സ്മെന്റ് ഫർണസ് ബ്ലാക്ക് എന്ന കാർബൺ ബ്ലാക്കും സൾഫർ, ആക്ടിവേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, ആന്റി ഓക്സിഡൻസ് തുടങ്ങിയ കെമിക്കലുകളും റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് നിർമ്മിക്കുന്ന റെയിൽ പാഡ് നൽകുന്ന പ്രോപ്പർട്ടികളും ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. റെസിപ്പി കൃത്യമായി ഫോളോ ചെയ്താൽ റെയിൽവേയുടെ ഇൻസ്പെക്ഷൻ പാസ്സാകാൻ കഴിയും. ഈ ടേബിളിൽ കാണുന്നത് റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന ചില കെമിക്കലുകളുടെ വിശദാംശങ്ങളാണ്. റെയിൽ പാഡ് നിർമ്മാണത്തിന് റബ്ബർ മിക്സിംഗ് മിൽ, ഹൈഡ്രോളിക് പ്രസ്, മോൾഡുകൾ, ടെസ്റ്റിംഗ് ഫെസിലിറ്റികൾ തുടങ്ങിയവ ആവശ്യമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് മിക്സിംഗ് മില്ലിൽ റബ്ബർ മിക്സ് ചെയ്യുന്നതാണ്. റബ്ബർ വളരെ സ്റ്റിഫായ ഒരു മെറ്റീരിയൽ ആയതിനാൽ ആദ്യമായി റബ്ബറിനെ മില്ലിൽ മാസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. അതായത് റബ്ബറിനെ ബ്രേക്ക് ചെയ്ത് സോഫ്റ്റ് ആക്കുന്നു. തുടർന്ന് റബ്ബറിനെ മില്ലിൽ ബാൻഡ് ചെയ്ത ശേഷം റെസിപ്പി അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് റബ്ബറിൽ അരച്ച് ചേർക്കുന്നു. ഏറ്റവും ഒടുവിലായി ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ കോമ്പൗണ്ട് ചെയ്ത റബ്ബറിനെ ഷീറ്റാക്കി മാറ്റുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് റബ്ബർ കെമിക്കലുകളുടെ ഓട്ടോമാറ്റിക് ഡോസിംഗ് ആണ്. ഇത് ഒരു ആധുനിക രീതിയാണ്. സാധാരണയായി കെമിക്കലുകളും ഫില്ലേഴ്സും വെയിങ് സ്കെയിലുകളിൽ മാനുവൽ ആയാണ് എടുക്കാറുള്ളത്. എന്നാൽ വീഡിയോയിൽ കാണുന്നത് ഒരു ഓട്ടോമേറ്റഡ് രീതിയാണ്. കെമിക്കലുകൾ സാധാരണയായി ഈവ ബാഗുകളിലാണ് വെയ് ചെയ്ത് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് ഈവ ബാഗുകളാണ്. റബ്ബറിൽ ലയിച്ച് ചേരുന്നത് കൊണ്ട് പ്രോപ്പർട്ടിയെ ബാധിക്കുന്നില്ല. വീഡിയോയിൽ കാണുന്നത് ഒരു ഇൻഹൗസ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഫാക്ടറികളിൽ ധാരാളം ടെസ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ടാകും. മിക്സ് ചെയ്ത റബ്ബർ കോമ്പൗണ്ടിന്റെ ക്യൂർ ടൈം കണ്ടുപിടിക്കുന്നതിന് റിയോഗ്രാഫ് അഥവാ റിയോമീറ്റർ ഉപയോഗിക്കുന്നു. വീഡിയോയിൽ ഒന്നിലധികം റിയോഗ്രാഫുകൾ പ്രവർത്തിക്കുന്നത് കാണാം. റെയിൽ പാഡിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് പരിശോധിക്കുന്നതിന് ഡംബെൽ ഷേപ്പിലുള്ള സ്പെസിമെനാണ് ഉപയോഗിക്കുന്നത്. സ്പെസിമെന്റെ തിക്നെസ് പരിശോധിക്കുന്നത് വീഡിയോയിൽ കാണാം. ഡംബെൽ സ്പെസിമെൻ ഒരു ടെൻഷ്യൽ ടെസ്റ്റിംഗ് മെഷീനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് കാണാം. ആ സ്പെസിമെൻ ബ്രേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ കിലോഗ്രാം ഫോഴ്സ് ആണ് റെയിൽ പാഡിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. റിയോഗ്രാഫിൽ ക്യൂർ ടൈം ടെസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. കൂടാതെ റെയിൽ പാഡിന്റെ ഡ്യൂറോമീറ്റർ ഹാർഡ്നസ് ടെസ്റ്റ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ്. റെയിൽ പാഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നതും വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റെയിൽ റബ്ബർ പാഡ് പ്രൊഡക്ഷൻ കാണാവുന്നതാണ്. റെയിൽ റബ്ബർ പാഡിന്റെ ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ ലൈൻ ഇല്ലെങ്കിലും കൃത്യമായി RDSO സ്പെസിഫിക്കേഷൻ ഫോളോ ചെയ്താൽ ആർക്കും റെയിൽവേയുടെ ഓർഡറുകൾ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ശ്രവിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ റബ്ബർ ഉൽപാദനത്തിന്റെ 75% കേരളത്തിലാണ്. എന്നിട്ടും റെയിൽവേയുടെ വെണ്ടർ അപ്രൂവൽ ലഭിച്ച വ്യവസായികൾ കേരളത്തിൽ വിരളമാണ്. ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണം എന്ത് എന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഹൈ പെർഫോമൻസ് റെയിൽ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു നൽകുന്നത് എളുപ്പമല്ല എന്ന തെറ്റിദ്ധാരണ കൊണ്ടാകാം. എന്നാൽ അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഓർക്കണം. പക്ഷെ ഒരു കാര്യം, റബ്ബർ മാറ്റുകൾ ഉണ്ടാക്കുന്ന ലാഘവത്തോടെ റെയിൽ റബ്ബർ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റി ഡൈലൂട്ട് ചെയ്തുകൊണ്ട് റെയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിയില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയി നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളാണ് റെയിൽവേയിൽ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.